അവസാനത്തെ ഒരു നബി ഇവിടെ വരാനുണ്ട്. വേദഗ്രന്ഥങ്ങൾ പഠിച്ചവർക്കെല്ലാം മുത്തുനബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു, മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവർ മുത്തുനബിയുടെ ആഗമനത്തെ കാത്തിരുന്നു നല്ല മനസ്സോടുകൂടെ. എന്നാൽ ചിലർക്ക് അറിഞ്ഞിട്ടും അതിനെ മെയിൻഡാക്കാനോ ഹബീബായ തങ്ങളെ വിശ്വസിക്കാനോ കൂടെ ചേരാനോ മനസ്സ് വന്നില്ല. മക്കക്കാരിൽ പലരും അതിൽപ്പെട്ടവരാണ്. എന്നാൽ മദീനക്കാർ അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തേക്ക് വരുന്നതിന്റെ മുന്നേ മക്കയിൽ വന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുകയും മനസ്സിലാക്കുകയും പരിചയപ്പെടുകയും മദീനയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. കാലങ്ങൾക്ക് ശേഷം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തേക്ക് കടന്നു വരുമ്പോൾ അവർ കണ്ണും നട്ട് ഉറക്കമൊഴിച്ച് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അഷ്റഫുൽ ഖൽഖിനെ വരവേൽക്കാൻ മദീനയുടെ തെരുവോരങ്ങളിൽ വന്നിരുന്നു. അവർ പാട്ടുപാടി തൊലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഅ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഅ. ഞങ്ങളിലേക്ക് ഇതാ പൂർണ്ണചന്ദ്രൻ വെളിവായിരിക്കുന്നു. ഏറെ നാളായി കാത്തിരുന്ന ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിരിക്കുന്നു. കുട്ടികൾ ദഫ് മുട്ടുകയാണ്, സന്തോഷത്തോടുകൂടെ ഹബീബായ തങ്ങളെ വരവേൽക്കുകയാണ്. നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളുടെ നാവ് കൊണ്ടറിയിച്ച അന്ത്യദൂതരായ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ആ സന്തോഷമാണ് മദീനക്കാര് പ്രകടിപ്പിച്ചത്. അവർക്കാണ് ആ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. ഓ മുഅ്മിനീങ്ങളെ, അവർ മുത്തുനബിയെ സ്വന്തം വീട്ടിൽ കയറ്റാൻ ആഗ്രഹിച്ചു. എല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അഷ്റഫുൽ ഖൽഖിനെ മനസ്സ് നിറയെ സന്തോഷിപ്പിച്ചു. എങ്ങനെയെല്ലാം പരിഗണിക്കണമോ അങ്ങനെയെല്ലാം പരിഗണിച്ചു. അതേ, ഇതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു അതിഥിയാണ് പരിശുദ്ധമായ റമദാൻ. ആ റമദാനാണ് നമ്മിലേക്ക് ആഗതമായിരിക്കുന്നത്. മദീനക്കാർക്ക് മുത്തുനബിയെ കിട്ടിയതുപോലെ അള്ളാന്റെ ഹബീബിന്റെ ഉമ്മത്തിന് പ്രത്യേകമായി ലഭിച്ച പരിശുദ്ധമായ റമദാൻ ഇതാ മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, നമുക്കെത്തിയിരിക്കുകയാണ്. നമ്മൾ അതിനെങ്ങനെയാണ് സ്വീകരിച്ചത്? നമുക്കെങ്ങനെയാണ് അതിനെ പെരുമാറേണ്ടത്? നമുക്കെങ്ങനെയാണ് ആ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത്? അതാട്ടെ ഇന്നത്തെ സംസാരം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ തങ്ങളെ മദീനക്കാര് സന്തോഷിപ്പിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കും റമദാനിനെ സന്തോഷിപ്പിക്കാൻ കഴിയണം. റമദാന് കൊണ്ട് വിജയിക്കാൻ കഴിയണം. റമദാന് കൊണ്ട് പാപമോചനം നേടണം. റമദാന് കൊണ്ട് കൽബൊന്ന് തിളങ്ങണം. റമദാന് കൊണ്ട് ഉള്ളും പുറവും ശുദ്ധിയാകണം. റമദാന് വരുന്നതിന്റെ മുന്നേ വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയവരാ നമ്മള്. എല്ലാ അഴുക്കും മാറ്റി വീടിന്റെ എല്ലാ മൂലകളും അടിച്ച് വൃത്തിയാക്കി വൃത്തിയോടുകൂടെ കാണിച്ച് പരിശുദ്ധമായ റമദാന് വരുന്നതിന്റെ മുന്നേ ഒരുങ്ങിയവരാ നമ്മള്. നനച്ചു കുളി എന്നൊക്കെയാണ് ഞങ്ങളെ നാട്ടിൽ മലപ്പുറത്തൊക്കെ പറയാറുള്ളത്. ഇവിടെ എന്താ അതിന് പറയാനറിയില്ല. എന്തായാലും എല്ലായിടവും നനച്ച് വൃത്തിയാക്കി കഴുകി പെയിന്റടിച്ചിട്ടും ചിലര് മസ്ജിദുകളെല്ലാം മണിഞ്ഞു ഒരുങ്ങി റമദാനിനെ സ്വീകരിക്കാൻ. പരിശുദ്ധ റമദാന് കടന്നു വന്നപ്പോ മുഅ്മിനീങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടായി, ഖൽബിൽ വലിയ ആനന്ദമുണ്ടായി. അൽഹംദുലില്ലാഹ് തക്ബീർ ചൊല്ലിയിട്ട് മാസപ്പിറവി അറിഞ്ഞപ്പോൾ കണ്ടപ്പോൾ ആ ദിക്ർ ചൊല്ലി വലിയ ആവേശത്തോടുകൂടെ തറാവീഹിന് ആരംഭം കുറിച്ച് അള്ളാന്റെ പള്ളികളെയൊക്കെ നിറഞ്ഞു.
ജമാഅത്ത് സജീവമായി, തൊപ്പി ധരിച്ചു, നല്ല നിസ്കാരം നിലനിർത്താൻ തുടങ്ങി. ഈമാനുള്ള മുഅ്മിനീങ്ങൾ അങ്ങനെയാണ് ഇതിനെ സ്വീകരിച്ചത്. ഈ റമദാനിനെ അങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതേ അഴുക്കുള്ള വസ്ത്രം നമ്മൾ ധരിക്കാറില്ല. അഴുക്ക് കളഞ്ഞിട്ടാണ് അതിനെ തേച്ചു മിനുക്കാറുള്ളത്. അഴുക്ക് മുഴുവനും കഴുകിക്കളഞ്ഞിട്ടാണ് നമ്മൾ അതിനെ ഇസ്തിരിയിടാറുള്ളത്. പക്ഷെ അതേ നമ്മുടെ ചുമരിൽ പെയിന്റ് അടിക്കുന്നുണ്ടെങ്കിൽ അതിലുള്ള പഴയ പെയിന്റിനെ ഒരതിക്കളയാറുണ്ട്, അല്ലെങ്കിൽ അഴുക്കിനെ കഴുകിക്കളയാറുണ്ട്. എന്നിട്ടാണ് പുതിയ പെയിന്റ് അടിക്കാറുള്ളത്. എന്നാലേ ആ പെയിന്റ് അവിടെ പിടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇളകിപ്പോരാൻ സാധ്യതയേറെയാണ്. അഴുക്കുള്ള വസ്ത്രമാണ് അയൺ ചെയ്യുന്നതെങ്കിൽ അതിലുള്ള അഴുക്ക് പുറത്തേക്ക് തെളിഞ്ഞു കാണാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് പൂർണ്ണമായും കഴുകി വൃത്തിയാക്കിയതിനു ശേഷമേ നമ്മൾ ഇസ്തിരിയിടാറുള്ളൂ. എന്നതുപോലെ പുതിയ ഒരു ജീവിതം, പുതിയ ഒരു റമദാൻ അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ആയുസ്സിൽ ഒരു റമദാനിനും കൂടി സ്വീകരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അല്ലാഹു തന്നിരിക്കുകയാണ്. അതിനുള്ള ആയുസ്സും കൂടി അല്ലാഹു നീട്ടി തന്നിരിക്കുകയാണ്. കഴിഞ്ഞ 11 മാസക്കാലത്ത് വന്നുപോയ ചപ്പുചവറുകൾ മുഴുവനും നീക്കം ചെയ്യേണ്ടതുണ്ട്. എന്റെ ഖൽബിൽ വന്ന കറകൾ മുഴുവനും കഴുകിക്കളയേണ്ടതുണ്ട്. എല്ലാം റബ്ബിനോട് കരഞ്ഞു പറഞ്ഞ് തൗബ ചെയ്യാൻ ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അത് 27-ാം രാവട്ടെ ആകട്ടെ ഉസ്താദേ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലല്ലേ തൗബയും ദിക്റും സ്വലാത്തും ദുആയൊക്കെ ഉള്ളത്. ഇപ്പൊ എന്ത് തൗബയാണ്? ചിലരങ്ങനെയാണ് ധരിച്ചു വെച്ചത്. അല്ല ഉമ്മമാരെ, റമദാനിനെ സ്വീകരിക്കാൻ നമ്മളെ വീടൊരുങ്ങിയതുപോലെ, പള്ളി ഒരുങ്ങിയതുപോലെ, പരിസരം ഒരുങ്ങിയതുപോലെ നമ്മുടെ ഖൽബും ഒന്ന് ഒരുങ്ങണ്ടേ. ഖൽബെങ്ങനെയാണ് ഒരുങ്ങല്? അതിന് സുഹായ തൗബ കൊണ്ടാണ്, നസുഹായ തൗബ കൊണ്ടാണ് നമ്മുടെ ഖൽബൊരുങ്ങേണ്ടത്. എത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും, എത്ര തോന്നിവാസം സംഭവിച്ചവരാണെങ്കിലും മേലയായ റബ്ബ് പൊറുക്കാനാ റമദാന് തന്നത്, നമുക്ക് നന്നാകാനാ റമദാന് തന്നത്, നമുക്കൊന്ന് മാറാനാ റമദാന് തന്നത്. കരയണ്ടേ, റബ്ബിന്റെ മുമ്പിലൊന്ന് കണ്ണുനീരൊറ്റിക്കണ്ടേ. തൗബ ചെയ്ത് മടങ്ങുന്ന അടിമയെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. തൗബ അത് അല്ലാഹുവിന് ഏറെ താല്പര്യമുള്ള ഒന്നാണ്. പടച്ചോനെ പറ്റിപ്പോയി, സംഭവിച്ചുപോയി, കാണാൻ പാടില്ലാത്തത് ഞാൻ എന്റെ കണ്ണുകൊണ്ട്, നീ ഖുർആൻ നോക്കാൻ തന്ന കണ്ണുകൊണ്ട്, നന്മ കാണാൻ തന്ന കണ്ണുകൊണ്ട് കണ്ടു അല്ലാഹ്. കാതുകൊണ്ട് പലതും തോന്നിവാസം കേട്ടു റബ്ബേ. കൈകാലുകളെ കൊണ്ട് പലതും ഞങ്ങൾ പ്രവർത്തിച്ചു റബ്ബേ. ഖൽബ് കൊണ്ട് വേണ്ടാത്തത് ചിന്തിച്ചു അല്ലാഹ്. റബ്ബായ നീ ഗഫൂറാണ്, ഗഫാറാണ്, ഏറെ പൊറുക്കുന്ന റബ്ബാണ്. നീ സാധുക്കളായ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഈ ഉള്ള അടിമക്ക് പൊറുക്കണേ റബ്ബേ എന്ന് കരഞ്ഞു പറയാ. ഈ രാവുകളെ പകലുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ മജ്‌ലിസ് തൗബയുടെ മജ്‌ലിസാണ്. അല്ലാഹു നമ്മൾ അത്തരത്തിൽ ഖബൂൽ ചെയ്യട്ടെ.